മുഖ്യമന്ത്രി സ്ഥാനം ആരായിരിക്കും? മുഖ്യമന്ത്രി സ്ഥാനം 3 പേരും തമ്മിൽ അടിക്കട്ടെ. ചേട്ടന്റെ ആഗ്രഹം അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ പാർട്ടി തീരുമാനിച്ചിട്ട്. അവര് കോൺഗ്രസ്സുകാരും പറയുന്നത് എന്താണ്, പാർട്ടി തീരുമാനിക്കുന്നത്. അവര് പറയുന്നതിനേക്കാൾ കൂടുതലൊന്നുമല്ലോ നമ്മൾ പറയുന്നത്. എല്ലാരും ഉന്നയിക്കുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവുന്നൊക്കെ പറയുന്നത്. വി.ഡി. സതീശന് മുഖ്യമന്ത്രി ആയിരിക്കും 90% ഹൈക്കമാൻഡിന്റെ ഉപദേശം. വി.ഡി. സതീശൻ ഒരിക്കലും മുഖ്യമന്ത്രി ആവില്ല എന്നുള്ളത് ഉറപ്പല്ലേ. അയ്യ, നീ വെറുതെ ഇരിക്കുന്നു. ചേട്ടൻ പറഞ്ഞു ഈ MLA മാത്രമായിട്ടുള്ള 25 വർഷം പരവൂരിൽ MLA മാത്രമായിട്ടുള്ള എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുള്ളൂ. ഒരു മന്ത്രി പോലും ആയിട്ടില്ല, പിന്നെ എന്തിനു മുഖ്യമന്ത്രിയൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. പറയുന്നത് നടന്ന് വിചാരിച്ചിട്ട് മന്ത്രിയായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാക്കാൻ? പ്രതിപക്ഷ നേതാവ് നിലയിൽ ഉപരി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ മന്ത്രിയായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി? ഒരു കാര്യം പറയട്ടെ, വി.ഡി. സതീശൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രതിപക്ഷത്തിരുന്നതിന്റെ ഫലമായിട്ടല്ലേ ഇപ്പൊ കോൺഗ്രസിന് ഇത്രയും സീറ്റ് കിട്ടിയത്. രമേശ് ചെന്നിത്തലയാകുമ്പോൾ ഇത്രയും സീറ്റ് കിട്ടിയിട്ടില്ലല്ലോ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇത്രയും സീറ്റ് കിട്ടിയിട്ടില്ല, വൻ തോൽവിയായിരുന്നു. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് വി.ഡി. സതീശൻ സ്വന്തം ശക്തി തെളിയിച്ചുകൊണ്ട് തന്നെ മിക്കവാറും വി.ഡി. സതീശൻ തന്നെ ആവാൻ സാധ്യത. ചേട്ടന്റെ ആഗ്രഹം അങ്ങനെയാണ്. എന്റെ ആഗ്രഹം വിടും. എനിക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹവും ഇല്ല. എന്റെ ആഗ്രഹം എന്താ പറയാ, സി വേണുഗോപാലായിരിക്കും 190% ഇത്. പിന്നെ പഴയ ഒരു ഇതിലേക്ക് വരാൻ പോവുകയാണ്. ഇനി പെൻഷൻ കൊടുക്കില്ല, കറണ്ട് കട്ട് ഉണ്ടാകും, അതൊക്കെ ഉണ്ടാവും, ഹർത്താലുണ്ടാകും. അത് ഞങ്ങൾക്ക് നിരന്തരം സമരം ഞങ്ങൾക്ക് പണിയാണ്. കുറച്ചു കാലം വിശ്രമമായിരുന്നു, 10 വർഷം വിശ്രമത്തിലായിരുന്നു. ഇതാ ഈ 10-ാം തീയതി 10 വർഷങ്ങൾക്ക് ശേഷം ഹർത്താൽ കേരളത്തിൽ തുടങ്ങും. യു.ഡി.എഫിന്റെ വിജയാഘാതത്തില് ആക്രമണം നടത്തിയതിനെതിരെ 10-ാം തീയതി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ പോകണം. ആദ്യത്തെ പാലക്കാട് എന്നാണ് ഡേറ്റ്? 10-ാം തീയതി. കാരണം അതിക്രൂരമായ ഇതാണ് ചെയ്തിരിക്കുന്നത്. മുമ്പും രാഹുൽ മാങ്കൂട്ടം ഇവിടെ ജയിച്ചപ്പോൾ STP-ക്കാർ അഴിഞ്ഞാടി. ഇപ്പോൾ പിഷാരാടി ജയിച്ചപ്പോൾ UDF-കാരും ലീഗുകാരും അഴിഞ്ഞാടി. അതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത. വിജയാഘോഷിച്ചോട്ടെ, അത് നമുക്ക് ഒരു പ്രശ്നവുമില്ല. വീട്ടിൻ്റെ ഉള്ളിലേക്ക് പടക്കം എറിയലും സോഡാ ബാട്ടിൽ എറിയലൊക്കെയാണ് വിജയാഘോഷം. സോഡാ ബാട്ടിൽ എറിഞ്ഞി ബാട്ടിലുകൾ എറിഞ്ഞല്ലോ. അതിനാണല്ലോ CI2 ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട് പോലീസുകാരന് പരിക്ക് പറ്റിയത്. അങ്ങനെയാണല്ലോ ലാത്തി ചാർജ് നടന്നത്. ചേട്ടൻ എന്താ പറയുക? ഇപ്പൊ പാലക്കാട് MLA എന്താണ് വിജയിച്ചിരിക്കുകയാണ് പിഷാരടി. ഈ വിജയത്തിലും ചേട്ടൻ എന്താ പറയാനുള്ളത്? നല്ല ആൾക്ക് നല്ല പാർട്ടിനെ പറ്റി അറിയാൻ പറഞ്ഞാൽ ഇപ്പൊ കുറച്ചായിട്ട് നല്ല കാര്യങ്ങളെല്ലാം അറിയുന്നതാണ് പാലക്കാടിനെ പറ്റിയിട്ട്. ഇപ്പൊ ഈ 5 വർഷം പാലക്കാട് ഒരു നല്ല നിലയിലാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ പിഷാരടിയുടെ വിജയത്തിൽ? ഉണ്ട്, ആൾക്ക് അതിനെ പറ്റി അറിയാം എല്ലാ കാര്യങ്ങളും. ആള് പിന്നെ ഫിലിമിനോ ഒന്നിനും പോകാൻ നിൽക്കില്ല. ഇത് മാത്രമേ ഇനി പാർട്ടി കാര്യങ്ങളായി നടക്കുന്നതാണ്. അതിന്റെ കാര്യം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പിഷാരടി ജയിച്ചാൽ ചേട്ടൻ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. പിഷാരടിക്കാണ് വോട്ട് പിഷാരടിക്ക്. എനിക്ക് ഇവിടെ അല്ല, എനിക്ക് മലമ്പുഴ മണ്ഡലമാണ്. അല്ല, എന്താ പറയാനുള്ളത്? പിഷാരടിക്ക് ഏതാണ് മന്ത്രിസ്ഥാനം കൊടുക്കണം ചേട്ടൻ ആഗ്രഹിക്കുന്നത്? അത് നമ്മൾക്ക് പറയാൻ പറ്റില്ല. ആഗ്രഹം ഉണ്ടാവും. ഇല്ല, ആഗ്രഹം അങ്ങനെ നമ്മൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ദയനീയമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങിയത് LDF പിണറായി ഗവൺമെന്റ് സർക്കാർ? വളരെ കുത്തനെ ഇടിഞ്ഞു താഴെ ഓരോ വാശികളാണ്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഇത് ചെയ്താൽ നടക്കുന്നതാണ് കൊണ്ട് അതിൻ്റെ വാശി പിടിച്ച കാരണം കൊണ്ടാണ്. പിന്നെ ശബരിമല കേസ്, ഓരോരോ പ്രശ്നങ്ങൾ. പിണറായിയോടുള്ള വിരുദ്ധതയാണ് ഈ തോൽവിയുടെ കാരണം എന്ന് പറയുന്നത്, അല്ലാണ്ട് UDF-ന്റെ വിജയം അല്ല എന്ന് പറയുന്നുണ്ട്. UDF-ന്റെ വിജയം തന്നെയാണല്ലോ, അല്ലാതെ വേറെ വിജയം ഇല്ലല്ലോ. കേരളത്തിൽ UDF വിജയം തന്നെ, അല്ലാതെ വേറെ വിജയം UDF-ന്റെ വിജയം തന്നെ. പിഷാരടിയുടെ വിജയത്തിൽ എന്താ പറയാനുള്ള ചേട്ടന്? രമേശ് പിഷാരടി ജയിച്ചിരിക്കാണ്. പിഷാരടിയുടെ വിജയത്തിൽ എന്താ പറയുള്ളത്? പിഷാരടി ജയത്തിന്റെ പിന്നില് ജനം വോട്ട് കൊടുത്തണം. പിന്നൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇടതുപക്ഷ പാർട്ടികളിലെ വി.ഡി. സതീശൻ മുമ്പേ പറഞ്ഞതാണ് 100 സീറ്റിൽ പിടിക്കും, അല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമ്പോൾ അല്ലേ. അമിത്ഷാ എന്താ പറഞ്ഞു?
അമിത്ഷാ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലും ഉണ്ടാവില്ല. ഇവരുടെ രണ്ടുപേരുടെ ലൈൻ ഒന്നാണ്. അമിത്ഷാ മുമ്പേ പറഞ്ഞത് എന്താണ്? കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കമ്മ്യൂണിസം ഇല്ലാതെയാവും. വി.ഡി. സതീശൻ പറഞ്ഞത് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. രണ്ടുപേരുടെ ലൈൻ ഒന്നാണ്. എന്താ കാരണം? ഇവർ ഒരുമിച്ച് ഒരു ഡീലാണ് കേരളത്തിൽ. BJP UDF ഡീൽ ചെയ്തെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും BJP വോട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ കേരളത്തിൽ. BJP കേരളത്തിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. 3 ഭാഗത്തും. അതായത് പാലക്കാടും BJP ഡീൽ ഉണ്ടായിരുന്നു, BJP UDF ഡീൽ ഉണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ ഡീല് മൊത്തം ഡീലാണ്. അതിലിവിടെ ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെടുന്നുള്ളൂ. ബാക്കി ഡീലൊക്കെ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ളത്. പിന്നെ 3 സീറ്റ് BJP കിട്ടിയ ഭാഗത്ത് നേമത്തും വട്ടിയൂർക്കാവും പിന്നെ ചാത്തന്നൂരും. ഇവിടെ കോൺഗ്രസിന് 2021 കിട്ടിയ വോട്ട് എവിടെ? 3ാം സ്ഥാനത്തേക്കാണല്ലോ പോയിട്ടുള്ളത്. കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി അവിടെ LDF ജയിക്കുക. ഇത് എല്ലാവർക്കും അറിയാലോ. മൊത്തത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് BJPയുടെ വോട്ടെല്ലാം കോൺഗ്രസിന് കൊടുത്തു. ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും LDF ദയനീയമായിട്ടുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങിയത്? പിണറായി ഗവൺമെന്റ് താഴെ ഇടിഞ്ഞു വീണ്. അതിനുള്ള കാരണം അല്ലല്ല, ഒരു കാരണമില്ല. കാരണം ഈ 10 വർഷത്തെ ഭരണത്തിൽ ഇന്ത്യയിൽ 1ാം നമ്പർ സംസ്ഥാനമാക്കിയത് പിണറായി വിജയനാണ്. പിന്നെ എന്തുകൊണ്ട് കേരളം ഇപ്പോഴത്തെ എത്ര വോട്ട് 50 സീറ്റ് പോലും ഇല്ല? ജനങ്ങൾ മാറ്റി സംഭവിച്ചു വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അത് പല ഘടകങ്ങളും ഉണ്ടാവും. അല്ലാണ്ട് ഭരണം മോശമായതുകൊണ്ടല്ല. ഭരണം ഒരിക്കലും മോശമാണെന്ന് ആരും പറഞ്ഞില്ല. UDF പറഞ്ഞില്ല. ഇന്ന് ഇന്ത്യയിൽ UDF പറഞ്ഞിട്ടില്ല LDFന്റെ ഭരണം മോശമാണെന്ന് UDF പറഞ്ഞിട്ടില്ല. UDF പറയാനുള്ള സാഹചര്യം LDF കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് 50 സീറ്റ് പോലും കിട്ടിയില്ല? കേരളത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ആ മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് കേരളത്തിൽ അവർക്ക് ഈ 100ന്റെ മേലെ സീറ്റ് കിട്ടിയത്. പക്ഷെ ഇത് മാറ്റം ആഗ്രഹിക്കുന്നത് എന്താണ്? UDF അല്ല LDFന്റെ പരാജയമല്ലേ? UDF കേരളം LDFന്റെ പരാജയം കൊണ്ടല്ലേ? എന്താണ് UDF ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കേരളത്തിൽ വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് കേരളത്തിൽ ഭരിച്ചിട്ടുണ്ടല്ലോ അവര്. എന്തോ ആരെങ്കിലും പറയുന്നത് കേട്ടാ ആദ്യമായിട്ട് UDF കേരളം ആദ്യത്തെ തവണയായിട്ട് ഭരിക്കാൻ പോവുകയാണെന്നാ എല്ലാവരും പറയുന്നത് കേട്ടാ നമുക്കും തോന്നുക. അവരും ഭരിച്ചു മുടിച്ചിട്ട് പോയവരാണ്. അതിന് ശേഷമാണ് ഇടതുപക്ഷം 10 കൊല്ലം ജനം തന്നത്. 600 രൂപ 18 മാസക്കാലം കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടിയിലെ. ഇന്ന് എല്ലാ രംഗത്തും പിന്നോക്ക വിഭാഗമായാലും ശരി, വാർദ്ധകാല പെൻഷനായാലും ശരി, ക്യാൻസർ രോഗികൾക്കായാലും ശരി, വിദ്യാർത്ഥികൾക്കായാലും ശരി, എല്ലാവർക്കും കേരളത്തിൽ മികച്ച സംസ്ഥാനമായിട്ടാണ് പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരും പോയിട്ടുള്ളത്. കേറി ഭരണത്തിൽ കയറി മുഖ്യമന്ത്രി ആരാവുന്നുള്ള തീരുമാനമായിട്ടില്ല. എന്തെങ്കിലും പോലും അപ്പൊ ഇനി വരുന്ന 5 വർഷം എങ്ങനെ ഉണ്ടാവും? എന്താണ് ഇവര് ഉന്നയിക്കണ? കാരണം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, KSRTC കൊടുക്കണമല്ലോ. 3000 രൂപ കൊടുക്കണം. യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പിന്നെ വായ്പ രഹിത ലോൺ കൊടുക്കണം. പിന്നെ കോളേജ് വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കണം. പിന്നെ 3000 രൂപ വാർദ്ധകാല പെൻഷൻ പിന്നെ സർക്കാർ ഏതെല്ലാം രൂപത്തിൽ കൊടുക്കണം അതെല്ലാം അവർ അത് കൊടുക്കണം. പിന്നെ KSRTC ബസ്സിൽ വനിതകൾക്ക് ഫ്രീ യാത്ര അനുവദിക്കണം. ഇതെല്ലാം അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നടക്കണമല്ലോ. നടക്കണം എന്നാണ് ഞാനും പറയുന്നത്. നടക്കുമോ നടക്കില്ല അത് വേറെ വശം. ഇത് അതായത് ജനങ്ങളുടെ മുൻപിൽ UDF അവതരിപ്പിച്ചതാണ്. അപ്പൊ അത് നടക്കണം. നടന്നാൽ ഇതൊക്കെ നടന്നാൽ എന്താണ് ഈ LDFനെക്കാട്ടി നല്ലൊരു ഭരണമായിരിക്കില്ലേ UDFന്റെ? അതായത് നല്ല ഭരണം കാഴ്ചവെക്കട്ടെ എന്നാണ് ഞങ്ങളും പറയുന്നത്. ഞങ്ങളും അതായത് അധികാരത്തിന് വേണ്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾക്ക് അധികാരമേ വേണ്ട. 68ഉം 72ഉം 2011 LDFന് 68 സീറ്റാണ്, UDFന് 72 സീറ്റാണ്. അന്ന് ഞങ്ങളൊന്നും മനസ്സ് വെച്ചാൽ ഞങ്ങൾക്ക് ഭരിക്കാം. അങ്ങനെ ജനങ്ങളെ തന്നെ ആഗ്രഹിച്ച ഒരു ഭരണകൂടം സീറ്റ് തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയുള്ളൂ. എന്താണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല? ശൈല ടീച്ചറൊന്നും തോൽക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടായി ശൈല ടീച്ചർ തോറ്റിണ്ടാവുക? അത് ജനം തോൽപ്പിച്ചാണ്. ഞാൻ എന്താ പറയാ, ജനം വോട്ട് കൊടുത്തില്ല, തോറ്റു. എന്തായാലും വേറെ അതിനകത്തൊന്നുമില്ല. ഞങ്ങൾ വിശ്വസിച്ചു ജനം തരും. പിണറായി വിജയനടക്കം ബാക്കോട്ട്
6ാം റൗണ്ടിലാണ് പിണറായി വിജയൻ മുന്നോട്ട് വന്നത്. ഇപ്പൊ ഗണേഷ് കുമാർ തോറ്റ്, എല്ലാവരും തോറ്റു. 10-13 പേര് തോറ്റു മന്ത്രിമാര്. വല്ലാത്തൊരു പരാജയം. ഇത് തന്നെയാണ്, അതില്ല എന്ന് പറയില്ല. തോൽവി ഞങ്ങൾ സമ്മതിക്കുന്നു, ഏറ്റുവാങ്ങണം. പക്ഷെ നല്ല ഭരണം ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കും. ഇല്ലെങ്കിൽ കേരളത്തിൽ ശക്തമായ പ്രതിപക്ഷമായിരിക്കും കേരളത്തിലെ ഇടതുപക്ഷം. അല്ല, ഇനി ആരായിരിക്കും മുഖ്യമന്ത്രി? ആരായിരിക്കും പറഞ്ഞപ്പോൾ നമ്മൾ 3 പേരിനെ അവർ കണക്ക് കൂട്ടിയിട്ടുണ്ടല്ലോ. ഞാനത് വേണമെങ്കിൽ ഒരു വാട്സപ്പിൽ അല്ല, ഇനി വേറെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? ഒരു മിനിറ്റ്. ഇതാണ് കോലം. കാരണം മുമ്പ് ഐക്യജനാധിപത്യം കോൺഗ്രസ് 2 പാർട്ടിയായി മാറി ഒരു കാലത്തുണ്ടായിരുന്നു. 2 പാർട്ടി. എങ്ങനെ? ഒന്ന് കരുണാകരൻ ഗ്രൂപ്പും ഒന്ന് ആന്റണി ഗ്രൂപ്പും വേദി കെട്ടിയിട്ടാണ് പരസ്പരം പോരടിച്ചത്. ആ രൂപത്തിലേക്കാണ് കോൺഗ്രസ് പോകാൻ പാടില്ല. ആ രൂപത്തിലേക്ക് പോകുമെന്നുള്ള സംശയമുണ്ട്. ഇന്നത്തെ കാലത്ത് 3 പേര് കുപ്പായിട്ട് നിൽക്കുകയാണ്, മുഖ്യമന്ത്രി കുപ്പായം. അപ്പോൾ ഒരു മുഖ്യമന്ത്രി കസേര പോരാ, ഒരു ബെഞ്ച് തന്നെ വേണം. ആ രൂപത്തിലാണ് ഇപ്പോൾ പോണത്. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും LDF-ൽ? അത് LDF തീരുമാനിച്ചിട്ട് പറയാം. അല്ല, അത് ആരായിരിക്കും മുഖ്യമന്ത്രി? പിണറായി ആയിരിക്കും? അല്ലല്ല, അത് LDF തീരുമാനിക്കും. അത് എനിക്ക് പറയാൻ പറ്റില്ല. LDFന്റെ ഞങ്ങളുടെ ആഗ്രഹം എന്താണ്? LDF എന്ത് തീരുമാനമോ ആ തീരുമാനം നടപ്പാക്കും. ശരി.